എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ GD എക്സാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റീസണിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്നാ ഡിസ്കസ് ചെയ്തിരുന്നത് പറഞ്ഞേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നടത്തിയിരുന്നത്. ഏതൊക്കെയാണ് ടോപ്പിക്ക് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സിലബസ് ഒക്കെ നിങ്ങളെ ഞാൻ പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ടോപ്പിക്കൊക്കെ എല്ലാവരും നോട്ട്ബുക്കൊക്കെ മേടിച്ച് എഴുതിയായിരുന്നോ? അനലോഗീസ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കോഡിംഗ് ഡീകോഡിംഗ് പഠിക്കണം, ബ്ലഡ് റിലേഷൻ പഠിക്കണം, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പഠിക്കണം, വെൻ ഡയഗ്രം പഠിക്കണം, സിലോജിസം പഠിക്കണം, ഡൈസ് ആൻഡ് ക്യൂബ്സ് പഠിക്കണം, അരിത്തമെറ്റിക്കൽ റീസണിങ് പഠിക്കണം, നമ്പർ സീരീസ് പഠിക്കണം, മിറർ ഇമേജ് പഠിക്കണം, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് മേടിച്ച് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഈ സിലബസ് ഒന്ന് എഴുതണം. കാരണം ഇത് ലാസ്റ്റ് വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു സിലബസ് ആണ്. ഇനി ഏതെങ്കിലും ഈ വർഷം നമ്മുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസിൽ ആഡ് ഓൺ ചെയ്ത് വരികയാണെങ്കിൽ അതും നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ ഈ ഏരിയകൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പഠിച്ച് സെറ്റാക്കി വെക്കുക. ഓക്കെ, സെറ്റാക്കി വെക്കുക. അപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കുകളൊന്നും എടുത്തു വെച്ച് അങ്ങ് പഠിപ്പിച്ച് പോകുമൊന്നുമല്ല. വളരെ സാവകാശം, വളരെ പതുക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങേണ്ടത്, ഓരോ ടോപ്പിക്കിലേക്കുള്ള നിങ്ങളുടെ ഫോക്കസ് എങ്ങനെയാണ് പോകേണ്ടത്, എക്സാമിനകത്ത് ഓപ്ഷൻസ് കട്ട് ചെയ്ത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിലബസിനകത്ത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക് എടുത്തേക്കുന്നത്. ഈ ടോപ്പിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ടോപ്പിക് ഇൻട്രൊഡക്ഷൻ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പഠിക്കണമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു കാര്യം ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണിത്? ആൽഫബറ്റുകളും അവയുടെ പ്ലേസ് വാല്യൂസുമാണ്. പഠിച്ചായിരുന്നോ നിങ്ങൾ? ഇങ്ങനൊരു സാധനം പഠിച്ചായിരുന്നോ? അപ്പോൾ പഠിക്കാത്തവരാരൊക്കെ ഉണ്ട്? ഇത് കൃത്യമായിട്ട് പഠിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു സാധനത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരും. ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു സംഭവത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടത്തില്ലേ? അപ്പം മക്കളെ, നിങ്ങൾ എല്ലാവരും ഈ സാധനം പഠിക്കണം. ഇത് പഠിക്കുന്ന കാര്യം വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഈ F വരെയൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. YZ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. YZ എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്? YZ എന്ന് വരുന്നത്. അതുപോലെ F വരെയുള്ള 6 ലെറ്റേഴ്സിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. YZ വരെയുള്ളത് 25, 26 ആണെന്ന് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും എന്താ വരുന്നത്? എമ്മും എന്നും എന്താ? എം 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങേ അറ്റത്ത് വരുന്ന ലെറ്ററാണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ലെറ്ററാണ്. അപ്പം നിങ്ങൾക്ക് മൊത്തം ഇപ്പോൾ എത്ര ലെറ്റർ അറിയാം? A മുതൽ F വരെയുള്ള 6 എണ്ണം അറിയാം, അവസാനത്തെ 2 എണ്ണം അറിയാം, 8 എണ്ണം അറിയാം. ദെൻ ഈ എമ്മും എന്നും 13ഉം 14ഉം ആണെന്നറിയാം. അപ്പോൾ എത്ര? മൊത്തം 10 ലെറ്റർ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇജോട്ടി പഠിക്കാൻ പറഞ്ഞു. ഇജോട്ടി പഠിക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? 5, 10, 15, 20, 25 പൊസിഷൻസ്. ഇത് രണ്ടും അറിയാം. 5ഉം 25ഉം നമുക്കറിയാം. 10, 15, 20 പൊസിഷനിൽ വരുന്ന ആരൊക്കെയാണ്? ജെയും ഒയും T20 മാച്ച് എന്നൊക്കെ വെച്ച് T പഠിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. അത് കൂടാതെ പിന്നീടുള്ളത് എങ്ങനെ പഠിക്കാം? അപ്പോൾ എത്ര? ഈ 3 എണ്ണം കൂടെ പഠിച്ചാൽ ടോട്ടൽ എത്ര ആയി? +3, 13 എണ്ണം ആയി കഴിഞ്ഞു. മൊത്തം 26 ലെറ്റർ, 13 എണ്ണം ബൈ ഹാർട്ട് ചെയ്തറിയാം. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? FR ആണെങ്കിൽ G എത്രയാണ്? 7 ആണെന്ന് പ്രാക്ടീസ് ചെയ്യണം. M 13 ആണെങ്കിൽ L എത്രയാണ് വരുന്നത്? 12 ആണെന്ന് നിങ്ങൾ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യണം. T 20ാമത്തെ ലെറ്റർ ആണെങ്കിൽ U എത്രാമത്തെ ലെറ്ററാണ്? 21ാമത്തെ ലെറ്ററാണ്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മൈൻഡിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോ മക്കളെ. നിങ്ങൾക്കത് നല്ലതുപോലെ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ പ്രാധാന്യം വരുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായാലും പഠിക്കണമെന്ന്. ഓക്കെ, പോവാം. കോഡിങ്ങിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാൻറ്റിൽ എന്ന് പറയുന്ന വേർഡ് കേട്ടോ. മാൻറ്റിൽ എന്ന് പറയുന്ന വേർഡ് എങ്ങനെ മാറ്റി എഴുതി? എങ്ങനെ കോഡ് ഉണ്ടാക്കി? JZKGIV. പിന്നെയും കുറേ വേറൊക്കെ തന്നിട്ടുണ്ട്. വേറെ വേർഡിനെ ഇങ്ങനെ മാറ്റി എഴുതി. നമ്മൾ അവിടോട്ടൊന്നും പോകുന്നില്ല. ആദ്യം ഇത് മാത്രം നമുക്കൊന്ന് കണ്ടുപിടിച്ചാൽ മതി. MJI എന്താ മക്കളെ? MJI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് MJ. എമ്മിൻ്റെ ബാക്കിലുള്ള ലെറ്ററാണ് J എന്ന് പറഞ്ഞാൽ 1, 2, 3 3 കുറഞ്ഞപ്പോഴാണ് J കിട്ടിയത്. ഓക്കെ, ഇനി AZ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ എയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലെറ്റർ അല്ലേടാ Z. കണ്ടോ, ഇതൊരു ഓപ്പോസിറ്റ് ലെറ്റർ. ഇനി NK എന്ന് വെച്ചാൽ എന്നിൻ്റെ ബാക്കിലേക്ക് കിടക്കുന്ന ലെറ്റർ അല്ലേ K? 1, 2, 3 കുറഞ്ഞപ്പോൾ K കിട്ടി. TG നോക്കിയ മക്കളെ, Tക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ലെറ്ററാണ് G. അപ്പോൾ എന്ത് ഇവിടുത്തെ പരിപാടി? ഒരു ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് -3 പറയുന്നു, അടുത്ത ലെറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്നു, വീണ്ടും -3 പറയുന്നു,
ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്നു. ഇതാണ് പരിപാടി എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കണോ? വേണ്ട. നേരെ എവിടെ പോവുക? DERIVE, ഡിറൈവിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. പറ. ഇവിടെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററുകൾ എഴുതണം, 3 വരും. അപ്പൊ ഇവിടെ എല്ലാം എന്താ വരുന്നത്? -3 വരുന്ന ലെറ്റേഴ്സ് ആണ് വരേണ്ടത്. ശരിയാണോ? ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? -3 വരുന്ന ലെറ്റർ. ഡിയുടെ -3. പറ. ഡിയുടെ -3 എന്ന് പറഞ്ഞാൽ എത്ര? ഡിയിൽ നിന്ന് -3 1 2 3 എയിൽ തുടങ്ങണം. അപ്പൊ തന്നെ 2 ഓപ്ഷൻസ് കട്ട് ചെയ്യുക. ഇതുമല്ല, പിന്നെ ഏതാണ്? ഇതുമല്ല എന്ന് നമുക്ക് കട്ട് ചെയ്യുക. എയിൽ തുടങ്ങുന്നത് ആകെ 2 അല്ലേ ഉള്ളടാ, ഇത് 2 അല്ലേ ഉള്ളൂ. ഇനി 6ൽ നിന്ന് -3, 6ൽ നിന്ന് -3 എന്ന് പറയുമ്പോൾ എത്ര മക്കളെ വരുന്നത്? 1 2 3 ഓ. എ കഴിഞ്ഞ് തേർഡ് ലെറ്റർ ഓ വരണം. ഇവിടെ രണ്ടിടത്തും തേർഡ് ലെറ്റർ. അപ്പൊ സെക്കൻഡ് ലെറ്റർ പക്ഷേ ഇവിടെ യുവും വി. അപ്പൊ സെക്കൻഡ് വെച്ച് നമുക്ക് പിടിക്കാം. ഇക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ, ഇക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളാരാ? വി. ഇക്ക് ഓപ്പോസിറ്റ് എ വി ഒയിൽ തുടങ്ങുന്ന ഓപ്ഷൻ സി. അപ്പൊ മൊത്തം എഴുതേണ്ട കാര്യം പോലും ഇല്ല. സിമ്പിൾ ആയിട്ട് ലോജിക്ക് വെച്ച് നിങ്ങളുടേതായ ഒരു ലോജിക്ക് പിടിച്ചോളൂ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞ മെത്തേഡ് നിങ്ങൾ കണ്ടോ? എന്താണ് എന്ന് ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഉള്ളതിൽ നിന്ന് പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ മെത്തേഡ്. അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യകത മനസ്സിലായോ? അപ്പോൾ എയ്ക്ക് ഓപ്പോസിറ്റ് ആണ് ഇസഡ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇക്ക് ഓപ്പോസിറ്റ് ആണ് വി എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് ഒന്ന് നോക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ, പ്ലേസ് വാല്യൂസ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം. ഓക്കെ. ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദാ ഇൻ എ സർട്ടൺ കോഡിൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ പരീക്ഷയ്ക്ക് പേപ്പർ തരുമ്പം നിങ്ങൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് അങ്ങ് എഴുതണം. ABCDEF നമുക്ക് എഴുതി നോക്കാനായിട്ട് തുണ്ട് പേപ്പർ തരുമല്ലോ. അതിനകത്തോട്ട് HIJKLM എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? 1 2 3 4 5 6 7 8 9 10 11 12 13 എന്ന് കൊടുത്തിട്ട് LMNO PQRSTUVWXYZ എന്ന് ഇങ്ങനെ എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ 14 15 16 ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോക്കി ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ടേബിൾ ആദ്യമേ തന്നെ നിങ്ങൾ ആ പേപ്പറിനകത്ത് അങ്ങ് ഉണ്ടാക്കിയ പരിപാടി കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദാ ഫെയിം എന്ന് പറയുന്ന വേർഡ്, FAME, ഫെയിം മാറിയത് എങ്ങനെയാണ് മക്കളെ? ഫെയിം IDPH. നോക്കാം. FII എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ? FII എന്ന് പറഞ്ഞാൽ 1 2 3. എടാ 3 കൂടിയല്ലടാ. ADI എന്താ മക്കളെ? 1 2 3 3 കൂടി. അപ്പോൾ ഇനി കൂടുതൽ ആലോചിക്കേണ്ട, 3 വെച്ച് കൂടുക എന്നുള്ള പരിപാടിയാണ് വേണ്ടത്. അപ്പോൾ റൂഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. റൂഡ് 6ൽ നിന്ന് 3 കൂടി. 6ൽ നിന്ന് 3 കൂടി എന്ന് വെച്ചാൽ 1 2 3. യുവിൽ തുടങ്ങണം എന്ന് പറയുമ്പോൾ ഇതും അല്ല എന്ന് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാം. അടുത്ത യുവിൽ നിന്ന് 3 കൂടാന്ന് വെച്ചാൽ 1 2 3 എക്സ് ആണ് വരേണ്ടത്. UX. അപ്പോൾ ഇതും നമുക്ക് വെട്ടി ഓപ്ഷൻ ഇതാണെന്ന് പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ എല്ലാം എഴുതിയോ? ഇല്ല. പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നത് ഈ സാധനം നമ്മുടെ കയ്യിൽ വേണം. പണ്ടാതെ പരീക്ഷയൊക്കെ പറയും തുണ്ട് കൊണ്ടുവന്നിട്ട്, അങ്ങനെയുള്ള പരീക്ഷകളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന ഈ ചെയ്ത് നോക്കാൻ തരുന്ന പേപ്പറിനകത്ത് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് എഴുതാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കി കട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പ്ലേസ് ആൽഫബറ്റും നമ്പറും ഒക്കെ വരുമ്പോൾ ഓരോന്നിൻ്റെയും പ്ലേസ് വാല്യൂ ഏതാണെന്ന് പെട്ടെന്ന് അറിഞ്ഞാൽ ആൻസറിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്തോ മക്കളെ ക്വസ്റ്റ്യൻ? ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഫ്ലീറ്റ് എന്ന് പറയുന്ന വേർഡ്, FLEET, ഫ്ലീറ്റ് എന്ന് പറയുന്ന വേർഡിനെ TF എന്നാക്കി. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തുവാണ് ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾ നോക്കടാ. ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് അല്ല ഇവിടെ വന്നേക്കുന്നത്. ആണോ? ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് ആണോ മക്കളെ ഇവിടെ വന്നേക്കുന്നത്? അല്ല. ഇവിടെ എന്തോ ഒരു പരിപാടി വന്നേക്കുന്നത്. ഫ്ലീറ്റ് FTI എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. LFI എന്ന് പറയുമ്പം 1 2 3 4 5 6. ഒരെണ്ണം അങ്ങോട്ട് പോയി, ഒരെണ്ണം ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ വലിയ വേരിയേഷൻസ് ഒന്നും ഇതിനകത്ത് മെയിൻലി വരത്തില്ല. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ ഒന്നുകൂടി വൃത്തിയായിട്ട് നോക്കണം. ഒന്ന് വൃത്തിയായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഇതുമായിട്ട് ഇതിന് ചില ബന്ധങ്ങളുണ്ട്. നോക്കേ, ഈ ലാസ്റ്റ് ടി കിടന്ന് ഇവിടെ വന്നു. കണ്ടോ? ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ഇതാ ഇവിടെ വന്നു. 2 അറേഞ്ച്മെൻറ്റുകൾ കണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലേബറിൻ്റെ അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്. ലേബറിൻ്റെ കണ്ടുപിടിക്കണം. ഈ രീതി ചിന്തിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിങ് ആദ്യം വന്നു, എല്ലിങ് ഇവിടോട്ട് വന്നു. RL തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് 2 നമുക്ക് അപ്പോഴേ വെട്ടിക്കളയാം.
ഇത് രണ്ടും RLലാണ് തുടങ്ങുന്നത്. അടുത്തതാണ് നമ്മുടെ അറിയേണ്ട ലെറ്റർ എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് നോക്കിയേ, ഇവിടെ LMI എന്ന് പറയുന്നു, EFI എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എന്ത് ചെയ്ത് +1 വെച്ച് കൂടി. അപ്പം ഇവിടെയും എന്ത് ചെയ്യണം? +1 വെച്ച് കൂടണം. അപ്പോൾ A എന്താവണം? B ആവണം, BC ആവണം. RLBC തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഏതാ? ഓപ്ഷൻ A ആണ് റൈറ്റ് ഉത്തരം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നേരെ തന്നെ ഇൻക്രീസ് നടക്കും. ഇപ്പോൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നേരെ ഇവിടെ 3 വീതം കൂടി പോകുമായിരുന്നു. ഈ ക്വസ്റ്റിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ -3 ഡിക്രീസ് ചെയ്യും, ഓപ്പോസിറ്റ് വാല്യൂ എഴുതുന്നു, -3 ഡിക്രീസ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് വാല്യൂ എഴുതുന്നു. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ എത്തിയപ്പോൾ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ടാണോ നമ്മൾ ഇൻക്രീസ് നടന്നത്? ലാസ്റ്റ് ലെറ്ററിനെ എടുത്ത് ആദ്യം പ്ലേസ് ചെയ്തു, ഫസ്റ്റ് ലെറ്ററിനെ എടുത്ത് അതിന് ശേഷം പ്ലേസ് ചെയ്തു, ദെൻ നെക്സ്റ്റ് വരുന്ന ലെറ്റേഴ്സിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? +1 വെച്ച് ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? +1 വെച്ച് ഇൻക്രീസ് ചെയ്തു. ഇത് ലോജിക്കല്ലേടാ, ലോജിക്കല്ലേ? ഈ ഒരു ലോജിക്ക് പിടിക്കാനുള്ള എബിലിറ്റി ഉള്ളവനെ സംബന്ധിച്ച് ഇത് വേഗം കണ്ടെത്തിക്കൂടെ? എന്ത് ചെയ്യണമെന്ന് മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, ഈ സാധനവുമായിട്ട് ഒരു ടച്ച് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മക്കളെ ഇതിനകത്ത് ചലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ഓപ്ഷൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലെത്താൻ പറ്റും. അപ്പം നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്, 6 മാസത്തോളം സമയമുണ്ട്. നമ്മൾ വളരെ പതുക്കെ പോകുന്നുള്ളൂ. എൻ്റെ ഒപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിലോട്ടുകൂടെ ജോയിൻ ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളത് അതിനകത്തോട്ട് ഇട്ട് തരാം. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഓക്കെ, ഇതാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം മക്കളെ. എന്താണ്? STORK സ്റ്റോർക്ക്. എന്താ മക്കളെ മാറിയത്? എങ്ങനെ? URROO. ഞാൻ 2 ലെറ്റേഴ്സ് കൂടെ ഈ സെക്കൻഡ് എന്നൊക്കെ നോക്കണമെന്നില്ല. ഒന്നാമത്തെ തന്നെ നമുക്ക് ഇതെങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് പിടിക്കാം. SUI. എന്താ മക്കളെ SUI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂടി എന്നല്ലടാ. TRI എന്ന് പറയുമ്പോൾ എന്താണ്? 2 കുറഞ്ഞു എന്നല്ലടാ. ORI എന്ന് വെച്ചാൽ 1 2 3 കൂടി എന്നല്ലടാ. ROI എന്താണ്? 1 2 3 കുറഞ്ഞു. പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന വരും. അപ്പോൾ നോക്കണം, ഇവിടെ ഒരു ലോജിക് ഉണ്ട്. 2 കൂടി 2 കുറഞ്ഞു, 3 കൂടി 3 കുറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ഇതിനകത്തുണ്ടാവും. ആ കണക്ടിവിറ്റി കൂടി, കാരണം ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് അല്ല ഇവിടെ തന്നേക്കുന്നത്. ഇവിടുത്തെ അതേ ലെറ്റേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അറേഞ്ച്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് അല്ല തന്നേക്കുന്നത്, ഇവിടുത്തെ ലെറ്റേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഒരു ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ നടന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ നടന്നേക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ആണ് നടന്നേക്കുന്നത്. ഒരു ചെറിയ അറേഞ്ച്മെന്റും ഉണ്ട്, അതിൻ്റെ ഒപ്പം എന്തുകൊണ്ടായിരുന്നു? ഇൻക്രിമെന്റും ഉണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമ്മുടെ ടൈം കളയുന്നതാണ്. അതായത് അറേഞ്ച്മെന്റും വരുന്നുണ്ട്, ഇൻക്രിമെന്റും വരുന്നുണ്ട്. ബട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അത്രയും സമയം പോകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തന്നെയാണ് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വളരെ എളുപ്പമാണ്. BUNKE പറഞ്ഞ് ഇവിടെ എന്ത് ചെയ്യണം? 2 കൂടണം, ഇവിടെ എന്ത് ചെയ്യണം? 2 കുറയണം. ബിയിൽ നിന്ന് 2 കൂടുന്നു, ബിയിൽ നിന്ന് 2 ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിയിൽ നിന്ന് 2 ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയും ഡിയും. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത്? 1 2. അപ്പോൾ എന്തുകൊണ്ടും ഡി ആണ് വരുന്നത്. ശരിയാണോ? 2 കൂടി. യുവിൽ നിന്ന് 2 കുറഞ്ഞു, യുവിൽ നിന്ന് 2 കുറയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താവുന്നു? എസ് ആകുന്നു. ശരിയാണോ? എന്നിൽ നിന്ന് കൂടേണ്ടത് 3 ആണ്. അപ്പോൾ DS വെച്ചുള്ളതാണ് ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം DS-ലാണ് കിടക്കുന്നത്. അപ്പോൾ യുവിൽ നിന്ന് 3 എന്നിൽ നിന്ന് 3 കൂടുകയാണ്. എന്നിൽ നിന്ന് 3 കൂടുക എന്ന് വെച്ചാൽ 1 2 3. ആരാ? Q. DSQ നോക്കണം മക്കളെ, 2 ഓപ്ഷൻസ് DSQലാണ് കിടക്കുന്നത്. ഇനി കെയിൽ നിന്ന് 3 കുറയണം. കെയിൽ നിന്ന് 3 കുറയാന്ന് വെച്ചാൽ 1 2 3. ആര് വന്നു? H. DSQH വരുന്ന ആരുണ്ട്? ഓപ്ഷൻ സി. ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോടാ. അവിടെ ഇത് പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സാധനം എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി എളുപ്പമാണെന്ന് അർത്ഥം. മനസ്സിലായോ? കോഡിങ്ങിലെ ഇത്തരം ആൽഫബറ്റ് കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ തന്നിരിക്കുന്ന വേർഡ് നോക്കണം, ഇവിടുത്തെ അതേ വേർഡ് തന്നെയാണ് ഇവിടെ റീഅറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക അറേഞ്ച്മെന്റ് ആണ്, ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ നടന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ അതേ വേർഡുകൾ തന്നെ അല്ല ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തോ ഒരു ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇത് നോക്കി സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? സോ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുമല്ലോ, പഠിക്കണം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇവിടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നോക്കണം. ഇതാ വേർഡ് ഇതാണ് തന്നേക്കുന്നത്. നോക്കി, 0 എന്ന് പറയുന്ന വേർഡ് അതിനെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നമ്പറുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് ആൽഫബറ്റിനെ നമുക്ക് നമ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇവയുടെ പ്ലേസ് വാല്യൂസ് ആണല്ലോ നമ്മുടെ മൈൻഡിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇസഡിൻ്റെ എത്ര? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ബൈഹാർട്ട് ചെയ്ത് അറിയാമെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇസഡിൻ്റെ എത്രയാണ് വരുന്നത്? 26ാമത്തെ ലെറ്ററാണ്. ഈ വരുന്നത് എത്രാമത്തെ ലെറ്ററാണ്? 5ാമത്തെ ലെറ്ററാണ്. കാരണം ഇജോട്ടി അറിയാം. 6 വരുന്നത് ഇതിനകത്ത് ഓയുടേത് 15 ആണെന്നറിയാം. 6ൻ്റെതേ ഡൗട്ടുള്ളൂ. 6 എത്രയാണ്? 18 ആണ് വരുന്നത്.
പറഞ്ഞ് മനസ്സിലായോ? ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. എങ്ങനെയാണ് കൂട്ടുന്നത്? 15 ഈ കൗണ്ട് ചെയ്യാൻ എളുപ്പമുള്ളത് തമ്മിൽ കൂട്ടണം. 15 5 എത്രയാണ്? 20. അപ്പോൾ 26 20 എത്ര വരും മക്കളെ? 46. 2 14 4 1 5 1 6 4 1 5 1 6 എത്ര വരുന്നത് മക്കളെ? 64. 64 ഉണ്ടോ മക്കളെ? ഓപ്ഷനിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പ്ലേസ് വാല്യൂ, നമുക്ക് 64 അല്ല, 64 എന്തിൻ്റെ ആയിരുന്നു? ഈ സീറോയുടേതായിരുന്നു. ഏതാ? സീറോയുടേത് വരുന്നത് 64 നമുക്ക് സീറോയുടെ അല്ല കണ്ടുപിടിക്കേണ്ട, അങ്ങനെ ചാടിക്കറി എഴുതി വെക്കരുത്. നമുക്ക് വേണ്ടത് 11ൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. 11ൻ്റെ ഒന്ന് എഴുത് മക്കളെ. 11ൻ്റെ ഒന്ന് എഴുത്. ഞാൻ പറഞ്ഞു 5 എല്ലാവർക്കും അറിയാം. എം 13 ആണെങ്കിൽ എൽ 12 ഈ 5 ബി അല്ലേ? ബി എത്ര വരുന്നത്? 22 വരുന്നത്. എത്രയാണ് വരുന്നത്? 5 വരുന്നത്. എൻ എത്ര? 14 ഇവിടെയാണ് നമ്മുടെ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിൻ്റെ യൂസ് ഇരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഇനി നമുക്ക് കൂട്ടാൻ പറ്റുന്ന സംഖ്യകൾ കൂട്ടിയാൽ 5 5 10 10 5 15. അപ്പോൾ 15 ഉണ്ട്, 12 ഉണ്ട്, 15 12 ഉണ്ട്, 22 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യകൾ അങ്ങ് കൂട്ടാം. അപ്പോൾ എന്താ? 12 22 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2 2 4 2 1 3. അതിൻ്റെ കൂടെ 14 കൂട്ടി എത്ര വരും മക്കളെ? 4 4 8 3 4 48. 48ൻ്റെ കൂടെ ഇനി എന്തുകൂടെ കൂട്ട്? 15 കൂടെ കൂട്ട്. 48ൻ്റെ കൂടെ 15 കൂടെ കൂട്ടുമ്പോൾ 8 5 13 4 5 63. 63 മക്കളെ ഉത്തരം. ശരിയാണോ? 63 നമ്മുടെ ഉത്തരം. മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്തേ? പ്ലേസ് വാല്യൂ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. പ്ലേസ് വാല്യൂ ആഡ് ചെയ്താണ് ആൽഫബറ്റിൽ നിന്ന് ഈ നമ്പറിലേക്ക് എത്തിയത്. പ്ലേസ് വാല്യൂവിനെ ആഡ് ചെയ്താണ് ആൽഫബറ്റിൽ നിന്ന് ഈ നമ്പറിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിന്റെ പ്ലേസ് വാല്യൂ അറിയാമെങ്കിലല്ലേ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഈ നമ്പറാണ് വരുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിളായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായോടാ? മനസ്സിലായല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെയും നമ്പറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ നമ്പർ വന്നിരിക്കുന്നത്? പറഞ്ഞ് എന്താ? ക്ലോക്ക്ഡ് എന്ന് പറയുന്ന വേർഡ് നമുക്കൊന്ന് കൂട്ടാം. സി എത്ര? 3, എൽ എത്രയാണ്? 12, ഒ എത്രയാണ്? 15, എ 1, കെ എത്രയാണ്? 11, ഇ എത്രയാണ്? 5 എന്താണ്? ഡി എത്രയാണ്? 4. ഇത് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. കൂട്ടുകയാണേ. കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞു സംഖ്യകൾ ഇങ്ങനെയുള്ളതും കൂട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം. 15 5 20 ഉണ്ട്. പിന്നെ 11 1 12, 11 1 12, അതുകൂടെ കൂട്ടിയാൽ 16. ഓക്കെ, 16 12 16. പിന്നെ എത്രയാണ്? ഇത് കൂട്ടുമ്പോൾ 15 15. അപ്പോൾ നമുക്ക് ഈ 20 15 35, 20 15 35 16. ഇപ്പോൾ നമുക്ക് എത്ര വരുന്നത്? പിന്നെ 1 4 51 വരുന്നതിന് പകരം ഇവിടെ കുക്കഡ് 39 എന്നാണ്. 51 വരുന്നതിന് പകരം 39 ആയിരിക്കും. എത്ര കുറഞ്ഞേക്കുന്നത്? 51 നിന്ന് എത്ര കുറഞ്ഞേക്കുന്നത്? ഒരു 12 കുറഞ്ഞ, 10 കുറഞ്ഞാൽ 41, 11 കുറഞ്ഞാൽ 40, 12 കുറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 39 കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ പ്ലേസ് വാല്യൂവിൻ്റെ അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കുറഞ്ഞിരിക്കുക, അത് 12. അപ്പോൾ നമുക്ക് ഫ്ലോക്ക്ഡ് എടുത്തു. ഇതേ പരിപാടി വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഫ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ വേർഡ് എടുത്തേ നിങ്ങൾ. ഫ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ വേർഡ് എടുത്തു. എഫ് 6, എൽ 12, ഒ 15, സി 3, കെ 11, ഇ 5, ഡി 4. നമുക്കൊന്ന് കൂട്ടാടാം. പഴയ പോലെ കൂട്ടിക്കഴിഞ്ഞാൽ 15 5 ഇവിടെ 20 കിട്ടി. പിന്നെ നമുക്ക് ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 11 14, 14 4 18, 18 18 12 18 12 30 36 36 ഇതെല്ലാം കൂടെ 36 കിട്ടി. പ്ലസ് 20 എത്ര കിട്ടി? 56 എന്ന് കിട്ടി. 56 മൈനസ് 12. 56 നിന്ന് 12 നമുക്ക് അങ്ങോട്ട് കുറയ്ക്കാം. 56 നിന്ന് 12 കുറയ്ക്കുമ്പോൾ വരുന്നത് 4 5 1 44 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞു മനസ്സിലായോ? ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയ പ്ലേസ് വാല്യൂ ആയ 51 ആയിരുന്നില്ല തന്നിരുന്നത്, 39. അപ്പം 51 39ലേക്കുള്ള ദൂരം കണ്ടെത്താൻ 12 കുറച്ചാൽ മാത്രം മതി. അതേ പരിപാടി ഇവിടെ വർക്ക് ആവുമെന്ന് നോക്കി. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 56 കിട്ടി. അതിൽ നിന്ന് 12 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 44 കിട്ടുന്നുണ്ട്. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്ത് ആരാ? ഈ പ്ലേസ് വാല്യൂസ് അല്ലേ? ഇത് പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഈ സാധനം വൃത്തിയായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ആദ്യത്തെ ഒരു 4-5 എൻ്റെ ക്ലാസ്സുകൾ. ഈ ആൽഫബറ്റും അവയുടെ പ്ലേസ് വാല്യൂസിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലൂടെ തന്നെ നിങ്ങളത് പഠിക്കും. ഓക്കെ, എല്ലാവരും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ
ജോയിൻ ചെയ്യണം. അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അത് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ഡൗട്ടുകൾ, കാര്യങ്ങൾ, ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരി, നമുക്കിനി നോക്കാം. എന്താണ് ഫാക്ടർ എന്ന് പറയുന്ന വേർഡ്? ഫാക്ടർ എന്താണ്? ഫാക്ടർ എങ്ങനെയാണ് മാറിയേ? DBGTQV. മക്കളെ, FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുറഞ്ഞു, ABI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കുറഞ്ഞു, CGI എന്ന് പറയുമ്പോൾ 1 2 3 അങ്ങനെ 4, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാല്യൂ വീതം വരത്തില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, CDI, FGI, ABI. കണക്ഷൻ വളരെ സിമ്പിളാണ്. എല്ലായിടത്തും എന്ത് കൂടി? 1 കൂടി, ക്രോസ് ആയിട്ടാണ് കൂടിയെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും വരുന്നത്? T അങ്ങനെയാണെങ്കിൽ U വരണം. TU അല്ല വന്നേക്കുന്ന V, അതായത് 2 കൂടി. ആറിന്ന് അവിടുന്ന് 2 കൂടി, അവിടെയും 2 കൂടി. ഓയുടെ അവിടുന്ന് Q ആയി 2 കൂടി. അപ്പോൾ ഇവിടെ എല്ലാം എന്താ? +2 വീതം കൂടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാദറിൻ്റെ അടുത്ത് എഴുതിയാൽ വളരെ സിമ്പിളായിട്ട് എഴുതാം മക്കളെ. എന്താണ് വരേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എന്ത് വരണം? 1 കൂടണം. ഇവിടെ എന്ത് കൂടണം? 2 കൂടണം. അപ്പോൾ TUI, ABI, FGI. UBG ഉള്ള ആരെങ്കിലും ഉണ്ടോ? UBG ഉള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് 2 വെട്ടിക്കളഞ്ഞു. ഇവിടെ 2 അടുത്തും UBG ആണ് വന്നേക്കുന്നത്. ഇനി 6ൻ്റെ അവിടുന്ന് 2 കൂടേണ്ടത്. എന്താ? T. UBGT വന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും എഴുതേണ്ട, ഇതാണ് ആൻസർ. വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻസ് ഇവിടെ UBG കഴിഞ്ഞ് 6 വന്നേ, അതുകൊണ്ട് ഇതുമല്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുന്ന മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ആൽഫബറ്റും അവയുടെ പ്ലേസ് വാല്യൂസും എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്തോളുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഈ കമൻറ്റിൽ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ കയറി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ നമുക്ക് കൂട്ടായിട്ട് പഠിക്കാം, കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഞാൻ വളരെ സാവകാശം പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആൽഫബറ്റുകളുടെയും അതുപോലെ തന്നെ ആൽഫബറ്റും നമ്പറും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് എന്താണ്? ജാനുവരിയിലാണ്. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഒക്ടോബറിലാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ മെയിൻ ചാനലിൽ കിടക്കുന്ന ഈ 3 സീരീസുകളും പോയി കാണാൻ ശ്രമിക്കുക. നമ്മുടെ മെയിൻ ചാനലിലാണ്, SSC RRB മെയിൻ ചാനലിനകത്ത് ഈ 3 പ്ലേലിസ്റ്റുകൾ കിടപ്പുണ്ട്. ഇത് 3ഉം കാണാനായിട്ട് ശ്രമിക്കണം. ഇതിനകത്ത് GDയുടെ 80, 100, 80 ഏകദേശം എത്ര ഉണ്ട്? 260 ക്ലാസ്സുകൾ മെയിൻ ചാനലിലുണ്ട്. 260 ക്ലാസ്സുകൾ മെയിൻ ചാനലിലും 100 ക്ലാസ്സുകൾ ഏത് ചാനലിലും ഉണ്ട്? GD ആർമി ചാനലിലും ഉണ്ട്. ഇത് കൂടാഞ്ഞിട്ടാണ്, അപ്പോൾ 360 ക്ലാസ്സുകൾ കൂടാഞ്ഞിട്ടാണ് എന്തുകൂടി വരാൻ പോകുന്നത്? നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സുകൾ കൂടി വരാൻ. അപ്പോൾ ഈ വർഷത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ സമയമുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കുകളും മറ്റേതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ട്. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ റെഗുലറായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി മുതലൊക്കെ പുതിയ ബാച്ചുകൾ ആരംഭിച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് SSC GDക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കൊല്ലം, കാലിക്കറ്റ്, തൃശ്ശൂർ അക്കാഡമികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വന്ന മക്കളെ ഞങ്ങളോട് ഉണ്ട്. നിങ്ങളെ റെഡിയാക്കി 2026 ജോലിക്ക് കയറ്റി വിടും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. പരീക്ഷ ക്ലിയർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഓട്ടം മാത്രമേ ഉള്ളൂ. അത് രാവിലെ എണീറ്റ് ഓടുന്ന ഏതൊരുത്തിനെ കൊണ്ട് സാധിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ആർമി ജോലി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സേനയിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതൊരു പാഷനായിട്ടുള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അത്തരം ആൾക്കാർ ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. എല്ലാ സപ്പോർട്ടും തന്ന് ദിശ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒരുപാട് അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഷെയർ, ലൈക്ക് ഒക്കെ കൊണ്ടാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പേരെ ജോലിക്ക് കയറ്റിവിട്ട സന്തോഷവും അഭിമാനത്തോടും കൂടി തന്നെയാണ് പറയുന്നത്. ഈ വർഷം വീഡിയോ കാണുന്ന എല്ലാവർക്കും എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ദിശ അക്കാഡമി തരുന്നതായിരിക്കും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.